എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ക്രിക്കറ്റ് ലോകത്തെ മുൾമുനയും നിർത്തിക്കൊണ്ട് BCCIയുടെ ഏറ്റവും പുതിയ പ്രഖ്യാപനം പുറത്തുവന്നിരിക്കുകയാണ്. ന്യൂസിലൻഡിനെതിരെയുള്ള വരാനിരിക്കുന്ന നിർണായകമായ ഏകദിന പരമ്പര തൂത്തുവാരാൻ ലക്ഷ്യമിട്ട് BCCI അതിശയിപ്പിക്കുന്ന ഒരു തീരുമാനമെടുത്തിരിക്കുകയാണ്. ക്രിക്കറ്റ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് യുവതാരം ശുഭ്മാൻ ഗില്ലിനെ നായകസ്ഥാനത്ത് നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യുകയും ടീം ഇന്ത്യയുടെ ചെങ്കോൽ ഒരിക്കൽ കൂടി ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്ന കാഴ്ചയാണിപ്പോൾ. ക്യാപ്റ്റൻ പദവി ഏറ്റെടുത്ത ഉടൻ തന്നെ താൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ലെന്ന കൃത്യമായ സൂചനയാണ് രോഹിത് നൽകിയിരിക്കുന്നത്. ന്യൂസിലൻഡിനെ തകർത്ത് തരിപ്പണമാക്കാൻ രോഹിത് തിരഞ്ഞെടുത്ത ആ പുതിയ 15-അംഗ പടയാളി സംഘത്തിൽ ശ്രേയസ് അയ്യർ, ഇഷാൻ കിഷൻ, മുഹമ്മദ് സിറാജ് തുടങ്ങിയ വമ്പൻ താരങ്ങളുടെ ഒരു ഗംഭീര തിരിച്ചുവരവിനാണ് നാം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. പരീക്ഷണങ്ങൾക്കല്ല, മറിച്ച് അനുഭവ സമ്പത്തിനും സന്തുലിതാവസ്ഥയ്ക്കും പ്രാധാന്യം നൽകി കളിക്കളത്തിൽ വിജയം കൊയ്യാൻ തന്നെയാണ് ഭാരതം ഒരുങ്ങുന്നത്. ഈ ടീം എത്രത്തോളം ശക്തമാണെന്നും ആരൊക്കെയാണ് പുറത്തായതെന്നും നാം അറിഞ്ഞിരിക്കണം. അതിലേക്ക് കടക്കുന്നതിനു മുൻപ് ഒരു ചോദ്യം: രോഹിത് ശർമ്മയും ശുഭ്മാൻ ഗില്ലും, ഇവരിൽ ആരാണ് മികച്ച ക്യാപ്റ്റൻ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ കാര്യത്തിലേക്ക് വരാം. 2026 T20 ലോകകപ്പിന് ഇനി വരും 45 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ക്രിക്കറ്റ് ലോകത്തിന്റെ നെഞ്ചിലിപ്പ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ടീമും തങ്ങളുടെ അവസാനവട്ട തയ്യാറെടുപ്പുകളിലാണ്. ഭാരതത്തിലെ ഓരോ തെരുവിലും ചർച്ചകൾ ഉച്ചസ്ഥായിലായി കഴിഞ്ഞു. ഈ ലോകകപ്പിന് തൊട്ടുമുൻപ് ന്യൂസിലൻഡിനെതിരെ നടക്കുന്ന 3 ഏകദിനങ്ങളും 5 T20 മത്സരങ്ങളും വെറുമൊരു പരമ്പരയല്ല, മറിച്ച് ലോകകപ്പിനുള്ള ഇന്ത്യയുടെ അവസാനത്തെ അഗ്നിപരീക്ഷയാണ്. കിവികളെ പോലൊരു കരുത്തുറ്റ ടീമിനെതിരെ ഇന്ത്യ നടത്തുന്ന പ്രകടനം നമ്മുടെ ലോകകപ്പ് പ്രതീക്ഷകളെ നിർണ്ണയിക്കും. ഈ സന്ദർഭത്തിലാണ് BCCI ആ വിപ്ലവകരമായ മാറ്റം നടത്തിയത്. ശുഭ്മാൻ ഗില്ലിനെ മാറ്റി രോഹിത് ശർമ്മയെ വീണ്ടും നായകനാക്കിയതുവഴി സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാത്ത ഒരു നേതൃത്വമാണ് ഇന്ത്യയ്ക്ക് വേണ്ടതെന്ന് ബോർഡ് അടിവരയിടുന്നു. ടീമിൽ രോഹിത് വരുത്തിയ മാറ്റങ്ങൾ കേട്ടാൽ ആരും അത്ഭുതപ്പെടും. ശുഭ്മാൻ ഗിൽ, ഹർഷിത് റാണ, ധ്രുവ് ജുരൽ എന്നിവരെ പുറത്തിരുത്തി പകരം ശ്രേയസ് അയ്യർ, മുഹമ്മദ് സിറാജ്, ഇഷാൻ കിഷൻ, ജസ്പ്രീത് ബുംറ എന്നിവരെ തിരിച്ചുകൊണ്ടുവന്നതിലൂടെ വിജയികളുടെ മാനസികാവസ്ഥ എന്ന തന്ത്രമാണ് രോഹിത് കൈയേറ്റുന്നത്. ഈ ടീമിലെ ഓരോ താരത്തെയും പരിശോധിച്ചാൽ രോഹിത്തിന്റെ ബുദ്ധി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഓപ്പണിംഗിൽ അഗ്നിപർവ്വതം പോലെ ആഞ്ഞടിക്കാൻ ശേഷിയുള്ള യശസ്വി ജയ്സ്വാളിനെയാണ് രോഹിത് കൂട്ടുപിടിച്ചിരിക്കുന്നത്. ആദ്യ 10 ഓവറിൽ തന്നെ എതിരാളികളെ തരിപ്പണമാക്കാൻ ജയ്സ്വാളിന് സാധിക്കും. ഇനി നമ്മുടെ നട്ടല്ലായ വിരാട് കോഹ്ലിയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. വിരാട് ക്രീസിലുണ്ടെങ്കിൽ ബൌളർമാർ ഭയം നിലയ്ക്കും. എതിരാളികളുടെ തന്ത്രങ്ങൾ തകർക്കാൻ കോഹ്ലി എന്ന മഹാമേരുവിന് അനായാസം സാധിക്കും. മധ്യനിരയിൽ KL രാഹുലിന്റെ സാങ്കേതിക തികവും പരിക്കിനു ശേഷം കൂടുതൽ വിശപ്പോടെ തിരിച്ചെത്തിയ ശ്രേയസ് അയ്യാരുടെ ആക്രമണോത്സുകതയും ഇന്ത്യയ്ക്ക് വലിയ കരുത്താണ്. ഓൾറൗണ്ട് വിഭാഗത്തിൽ ഇന്ത്യയുടെ എക്സ് ഫാക്ടറായ ഹാർദിക് പാണ്ഡ്യ തന്നെ ഉണ്ട്. ഹാർദിക് ഫോമിലായാൽ ലോകത്തെ ഏത് കൊമ്പന്മാരെയും ഇന്ത്യ നിലംപരിശാക്കും. ഇഷാൻ കിഷന്റെ തിരിച്ചുവരവ് വിക്കറ്റ് കീപ്പിംഗിന് പുറമെ ടീമിന് കൂടുതൽ വേഗത നൽകുന്നു. ഭാവി മുൻനിർത്തി തിലക് വർമ്മയെയും അഭിഷേക് ശർമ്മയെയും ടീമിൽ ഉൾപ്പെടുത്തിയത് രോഹിത്തിന്റെ ദീർഘവീക്ഷണമാണ്. ബൌളിംഗ് നിലയിലേക്ക് നോക്കിയാൽ ബാറ്റർമാരുടെ ഉറക്കം കെടുത്തുന്ന ജസ്പ്രീത് ബുംറയുടെ വരവ് ഇന്ത്യൻ ആരാധകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ബുംറയുടെ മാരകമായ യോർക്കറുകൾക്കൊപ്പം മുഹമ്മദ് സിറാജിന്റെ തീപ്പൊരി പന്തുകളും ചേരുമ്പോൾ കിവികളുടെ ബാറ്റിംഗ് നിര തകരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അക്സർ പട്ടേൽ, കുൽദീപ് യാദവ്, മിസ്റ്ററി സ്പിന്നർ വരുൺ ചക്രവർത്തി എന്നിവരടങ്ങുന്ന സ്പിൻ വിഭാഗം ഏത് സാഹചര്യത്തിലും കളി തിരിക്കാൻ പ്രാപ്തിയുള്ളവരാണ്. ചുരുക്കത്തിൽ രോഹിത് ശർമ്മയുടെ കീഴിൽ അണിനിരക്കുന്ന ഈ 15-അംഗ സൈന്യം ലോകകപ്പ് പിടിച്ചെടുക്കാൻ പോകുന്ന ഒരു കരുത്തുറ്റ യന്ത്രം പോലെയാണ്. രോഹിത്തിന്റെ തന്ത്രങ്ങൾക്കൊപ്പം വിരാട്ടിന്റെ ക്ലാസും പാണ്ഡ്യയുടെ കരുത്തും ബുംറയുടെ വേഗതയും ചേർന്നാൽ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ സുവർണകാലം ഇനി തുടങ്ങുകയാണ്. എന്തായാലും ഈ പോരാട്ടത്തിൽ നമ്മുടെ ടീം ഇന്ത്യക്ക് വിജയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.